എല്ലാ കൂട്ടുകാർക്കും ദേവീസ് കറി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തേങ്ങ അരച്ച് ചേർക്കാത്ത ഒരു കൂട്ടുകറിയുടെ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നുള്ളത്. അതിനുവേണ്ടി ആദ്യം നമുക്ക് കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം. ഒരു നേന്ത്രക്കായും പിന്നെ ഇതിൽ നിന്ന് ഒരു 250 ഗ്രാം ചേനയും ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. ചേന മുറിക്കുന്നതിന് മുന്നേ കയ്യിൽ നന്നായി എണ്ണ തേച്ച് കൊടുക്കണം, അല്ലെങ്കിൽ കൈ ചൊറിയാൻ സാധ്യതയുണ്ട്. അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാനിത് പറഞ്ഞു തരുന്നുള്ളത്. ഇപ്പോൾ ഞാനിതെല്ലാം തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്ക്വയർ പീസായി മുറിച്ചെടുത്താൽ മതി. ചേന മുറിക്കുമ്പോൾ അധികം ചെറുതായി മുറിക്കരുത്, പെട്ടെന്ന് തന്നെ അത് വെന്ത് ഉടഞ്ഞു പോകും. ഞാൻ ഇത്രയും കഷ്ണങ്ങളാണ് കൂട്ടുകറിക്ക് എടുക്കുന്നുള്ളത്. 250 ഗ്രാം മത്തൻ, 250 ഗ്രാം ചേന, പിന്നെ ഒരു നേന്ത്രക്കായ. ഇപ്പോൾ എല്ലാം തന്നെയുള്ള കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. മത്തൻ ചേർക്കുന്നതുകൊണ്ട് നമ്മൾ കൂട്ടുകറിക്ക് നല്ലൊരു മധുരമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേറെ ഏത് കഷ്ണം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ കടല ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. കടല തലേ ദിവസം കുതിർത്ത് 3 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്താണ് കേട്ടോ. ഇരട്ടി വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ. കുക്കറിൽ വേവിച്ചതാണ്. ഇത്രയും കഷ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെയും കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഈ കടലൻ്റെ കൂടെ ഗ്രീൻ പീസോ എന്ത് വേണമെങ്കിലും ചേർക്കാം നമുക്ക്. അപ്പോൾ നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. ഇതിലേക്ക് കായ ചേർത്ത് കൊടുക്കാം. ഇനി ചേന ചേർത്ത് കൊടുക്കാം. മത്തൻ പെട്ടെന്ന് വീഴുന്നതാണ്, അതുകൊണ്ട് നമുക്കത് മേലെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് മൂടി വെച്ചതൊന്ന് വേവിച്ചെടുക്കണം. ഇത്രയും വെള്ളം മതി. ഇത് മുങ്ങിക്കിടക്കുന്ന വെള്ളമൊന്നും വേണ്ട കേട്ടോ. നമുക്ക് കൂട്ടുകറിക്ക് അധികം വെള്ളം വേണ്ടല്ലോ. അപ്പോൾ ഇത്രയും നമ്മൾ വേവിക്കാനായി വെക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ നമ്മൾ വേറെ മുളക് പൊടിയും കുരുമുളകൊക്കെ ചേർക്കുന്നുണ്ട്. ഈ നന്നായി എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലാണ് വേവിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറത്ത് നോക്കിയാൽ മതി. നമുക്ക് വേവുന്ന കറക്റ്റ് സമയമൊന്നും പറയാൻ പറ്റില്ല. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന മസാല റെഡിയാക്കാം. അതിനുവേണ്ടി പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഏകദേശം 3/4 ടീസ്പൂൺ ജീരകം, 2 സ്പൂൺ കുരുമുളക്, ഒരു 4 ഉണക്കമുളക്. ഇത് എരിവുള്ള ഉണക്കമുളകാണ്. ഇത്രയും ചേർത്ത് നമുക്കൊന്ന് വറുത്തെടുക്കണം. കുരുമുളകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. അത് കഴിഞ്ഞ് നന്നായി ഇതൊന്ന് പൊടിച്ചെടുക്കണം. കൂട്ടുകറിയിൽ നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ വറുത്ത് ചേർക്കണം. അതിനുവേണ്ടി ആദ്യം ഇതേ പാനിലോട്ട് തന്നെ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയാണ് വേണ്ടത്. ഞാനിവിടെ 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വറുത്തെടുക്കണം കേട്ടോ. ഒരിക്കലും തേങ്ങ കരിഞ്ഞു പോകരുത്. കരിഞ്ഞാൽ നമ്മളുടെ ഇതിൻ്റെ ടേസ്റ്റൊക്കെ മാറും. ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ നന്നായി ഒന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഇതാ തേങ്ങയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നന്നായി തന്നെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മത്തനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കണം. ഈ സമയത്താണ് കടല ചേർത്ത് കൊടുക്കുന്നുള്ളത്. കടലയും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ ഉപ്പ് നോക്കി ചേർത്ത് കൊടുക്കേണ്ടതാണ്. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല കൂട്ടുണ്ടല്ലോ, മുളകും കുരുമുളകൊക്കെ വറുത്ത് പൊടിച്ച് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാം. ഇനി ഈ കൂട്ടുകറിയിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂട്ടുകറി ഇതാ ഇവിടെ ഏകദേശം റെഡിയായി. തേങ്ങ അരച്ച് കൂട്ടുകറി ഉണ്ടാക്കുന്നതിനും വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈ കൂട്ടുകറി. ഈ വീട്ടിലെല്ലാവർക്കും ഇതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ കൂട്ടുകറി ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ ചില ആൾക്കാർക്ക് മധുരം കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു പീസ് ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ശർക്കര ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ മത്തൻ്റെ മധുരം തന്നെ ഇവിടെ എല്ലാവർക്കും ധാരാളം മതിയാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.